പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. CUET കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് കാസർഗോഡുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ഉൾപ്പെടെ ഇന്ത്യയിലെ 56ഓളം വരുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കാൻ ഈ വർഷം ആദ്യമായിട്ട് വിപുലമായി നടത്തുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷനാണിത്. എല്ലാ യൂണിവേഴ്സിറ്റികളിലെയും വിവിധ കോളേജുകളിലായി 2 ലക്ഷത്തോളം സീറ്റുകളാണ് പ്രതീക്ഷിക്കുന്നത്. 6/5/2022 രാത്രി 11:50 വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. CUET എൻട്രൻസ് എക്സാം ജൂലൈ ആദ്യവാരം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കൃത്യമായ ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല. നിലവിൽ +2 കഴിഞ്ഞവർക്കും അതേപോലെ ഈ വർഷം +2 എക്സാമിനേഷൻ എഴുതിക്കൊണ്ടിരിക്കുന്നവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും എക്സാം സെൻറ്ററുകൾ ഉണ്ടാകുന്നതാണ്. എൻട്രൻസ് എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. അതായത് നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ഇരുന്നു കൊണ്ടാണ് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്. നിങ്ങൾ നൽകുന്ന ആൻസർ ശരിയാണെങ്കിൽ 5 മാർക്കും അതേസമയം തെറ്റാണെങ്കിൽ 1 മാർക്ക് നഷ്ടപ്പെടുന്നതുമായിരിക്കും. +2 2ാം വർഷ NCERT ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തുകൊണ്ടാണ് എൻട്രൻസ് എക്സാമിനേഷൻ്റെ സിലബസ് ഉള്ളത്. നിങ്ങൾക്ക് ഏവർക്കും സ്വന്തമായി അപ്ലൈ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ലൈവ് ട്യൂട്ടോറിയൽ വീഡിയോ ആണിത്. ഇവിടെ ഒരു വിദ്യാർത്ഥിയുടെ ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യുന്നതിനിടയ്ക്ക് CUETയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും വ്യക്തമായി വിശദീകരിക്കപ്പെടുന്നുണ്ട്. ഈ ഒരു എൻട്രൻസ് എക്സാം എഴുതി നല്ല റാങ്ക് വാങ്ങിയത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കുന്നതല്ല. റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം ഓരോ കോളേജുകളിലും അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഓപ്ഷൻ നൽകേണ്ടതാണ്. അങ്ങനെ ഓപ്ഷൻ നൽകുന്നവർക്ക് അവരുടെ റാങ്ക് അനുസരിച്ചാണ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കുക. ഈ ഒരു ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യാൻ പ്രധാനമായിട്ടും 4 ഡോക്യുമെൻറ്റ്സുകളാണ് ആവശ്യമായിട്ടുള്ളത്. ഒന്നാമതായി JPEG ഫയൽ ഫോർമാറ്റിലുള്ള വിദ്യാർത്ഥിയുടെ ഫോട്ടോയാണ്. 10 KB മുതൽ 200 KB വരെ ആകാവുന്നതാണ്. രണ്ടാമത് വിദ്യാർത്ഥിയുടെ സിഗ്നേച്ചറാണ്. 4 KB മുതൽ 30 KB വരെ ആകാം. ഇനിയുള്ള ഡോക്യുമെൻറ്റ്സ് PDF ഫയൽ ഫോർമാറ്റിലായിരിക്കണം. ഒന്നാമതായി വേണ്ടത് 10th സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റ് ആണ്. 50 KB മുതൽ 300 KB വരെ ആകാം. ഇനിയുള്ള ഡോക്യുമെൻറ്റ്സ് റിസർവേഷൻ ലഭിക്കാൻ ആവശ്യമായിട്ടുള്ളതാണ്. OBC വിഭാഗമാണെങ്കിൽ നോൺ ക്രീമി ലെയർ NCL സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. EWS വിഭാഗമാണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് വേണം. SC വിഭാഗത്തിനും ST വിഭാഗത്തിനും കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. 50 മുതൽ 300 KB വരെ ആകാം ഫയൽ സൈസ്. കൂടാതെ ഇത് താലൂക്ക് ഓഫീസിലെ തഹസിൽദാർ സൈൻ ചെയ്തതായിരിക്കണം. ഇതുകൂടാതെ BPL വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് പ്രത്യേകം സീറ്റ് റിസർവേഷൻ ലഭിക്കാൻ BPL സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഫയലുകൾ ഇവിടെ പറഞ്ഞ ഫോർമാറ്റിലും ഫയൽ സൈസിലും ആക്കി മാറ്റാൻ സഹായിക്കുന്ന വെബ്സൈറ്റ് ലിങ്കുകൾ താഴെ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ പ്രൊസീജിയറിലേക്ക് നീങ്ങാം. രജിസ്റ്റർ എന്ന ഈ ഒരു ഐക്കണിൽ പ്രസ് ചെയ്യുക. അടുത്ത പേജിൽ മുകളിൽ തന്നെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ എന്ന് കാണാം. അതായത് പ്രോസ്പെക്ടസ് ആണ്, അഡ്മിഷനുമായി ബന്ധപ്പെട്ട പ്രോസ്പെക്ടസ് ആണത്. അത് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ വിശദമായിട്ട് മനസ്സിലാക്കുന്നത് നല്ലതാണ്. മാക്സിമം അപ്ലൈ ചെയ്യാവുന്ന 9 സബ്ജക്റ്റുകൾക്ക് SC ST അതേപോലെ വികലാംഗ വിഭാഗങ്ങൾക്ക് 1100 രൂപയും EWS OBC വിഭാഗങ്ങൾക്ക് 1200 രൂപയും ബാക്കിയുള്ളവർക്ക് 1300 രൂപയുമാണ് ഫീസായിട്ട് വരിക. ഇവിടെ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട കുറേ നിർദ്ദേശങ്ങളും മറ്റ് ഇൻഫർമേഷനും നൽകിയിട്ടുണ്ട്. ഏറ്റവും താഴെ കാണുന്ന ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്തുകൊണ്ട് ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് എന്ന ഐക്കണിൽ പ്രസ് ചെയ്യുക. ഈ ഒരു പേജിൽ വിദ്യാർത്ഥിയുടെ പേര് കൃത്യമായിട്ട് നൽകണം. 10th സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ നൽകേണ്ടതാണ്. അതുപോലെ പിതാവിൻ്റെ പേര്, മാതാവിൻ്റെ പേര്, വിദ്യാർത്ഥിയുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, നാഷണാലിറ്റി, കൂടാതെ ഒരു ഫോട്ടോ ID കാർഡും അതിൻ്റെ നമ്പറും നൽകേണ്ടതാണ്. ഏതൊക്കെ ID കാർഡുകൾ ഉപയോഗിക്കാം എന്നുള്ളത് ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ ID കാർഡുകൾ തന്നെ നിങ്ങൾ എക്സാം സമയത്ത് എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകേണ്ടതാണ്. ഇവിടെ അതർ വാലിഡ് ഗവൺമെൻറ് ഐഡൻറ്റിറ്റി വിത്ത് ഫോട്ടോഗ്രാഫ് എന്ന് സെലക്ട് ചെയ്തുകൊണ്ട് ആധാർ കാർഡും നൽകാവുന്നതാണ്. പക്ഷേ ആധാർ കാർഡിലെ ഫോട്ടോ വളരെ പഴയതാകാൻ പാടുള്ളതല്ല. അത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ഇനി ഇതിൻ്റെ താഴെയായി പ്രസൻറ്റ് അഡ്രസ്സും അതേപോലെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും നൽകേണ്ടതാണ്. നിങ്ങൾ നൽകുന്ന പ്രസൻറ്റ് അഡ്രസ്സിൽ തന്നെയായിരിക്കണം താലൂക്ക് ഓഫീസിൽ നിന്ന് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കേണ്ടത്. പിന്നെ ഇവിടെ ശ്രദ്ധാപൂർവ്വം നൽകേണ്ട 2 കാര്യങ്ങളാണ് മൊബൈൽ നമ്പറും അതേപോലെ ഇമെയിൽ IDയും. നിങ്ങളുടെ ഉപയോഗത്തിലുള്ള മൊബൈൽ നമ്പറും അതേപോലെ ഇമെയിൽ IDയും തന്നെ നൽകണം. കാരണം അതിലേക്ക് OTP വരുന്നതാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് വെരിഫൈ ചെയ്യേണ്ടതുമുണ്ട്. പിന്നെ രണ്ടാമതൊരു ആൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പർ കൂടി നൽകാനുള്ള സൗകര്യമുണ്ട്. അതും നൽകേണ്ടതാണ്. ഏറ്റവും താഴെയായി നിങ്ങൾ കൃത്യമായി നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു പാസ്വേഡ് നൽകേണ്ടതുണ്ട്. പാസ്വേഡിൻ്റെ ഫോർമാറ്റ് ഇവിടെ കാണാവുന്നതാണ്. കൂടാതെ പാസ്വേഡ് നഷ്ടപ്പെട്ടാൽ അത് റിക്കവർ ചെയ്യാൻ സഹായിക്കുന്ന ഏതെങ്കിലും ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യനും അതിൻ്റെ ഒരു ആൻസറും നൽകേണ്ടതാണ്. ഏറ്റവും താഴെ കാണുന്ന സെക്യൂരിറ്റി പിൻ അതുപോലെ തന്നെ ബോക്സിലേക്ക് എൻ്റർ ചെയ്തുകൊണ്ട് സബ്മിറ്റ് എന്ന ഐക്കണിൽ പ്രസ് ചെയ്യുക. അടുത്ത പേജിൽ നിങ്ങൾ നൽകിയ എല്ലാ ഡാറ്റയും കാണാവുന്നതാണ്. ശരിയാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. നിങ്ങൾ അപേക്ഷ ഒരു സിറ്റിങ്ങിൽ തന്നെ ചെയ്തുകൊണ്ട് പൂർത്തിയാക്കേണ്ട ആവശ്യമില്ല. പല ഘട്ടങ്ങളായി ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ പൂർത്തിയാക്കാവുന്നതാണ്. അപേക്ഷയിൽ വല്ല ഡിഫക്റ്റുകളും വന്നുപോയാൽ അത് തിരുത്താനുള്ള അവസരം പിന്നീട് നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ വിദ്യാർത്ഥിയുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസുകളൊന്നും തിരുത്താൻ വേണ്ടി സാധിക്കുന്നതല്ല. എന്തെങ്കിലും തെറ്റായിട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ ഇവിടെ എഡിറ്റ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് എന്നൊരു ഐക്കൺ കാണാവുന്നതാണ്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. എല്ലാം ശരിയാണ് എങ്കിൽ ഈ
ഈ കാണുന്ന ചെക്ക് ബോക്സുകളിലെല്ലാം ടിക്ക് ചെയ്ത ശേഷം സബ്മിറ്റ് ആൻഡ് സെൻഡ് OTP ടു മൊബൈൽ എന്ന ഐക്കണിൽ പ്രസ് ചെയ്യുക. ഉടൻ തന്നെ നിങ്ങൾ നൽകിയ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. അത് കൃത്യമായി എൻ്റർ ചെയ്ത് നൽകണം. കൂടാതെ സെക്യൂരിറ്റി പിന്നും അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് എന്ന ഐക്കൺ പ്രസ് ചെയ്യുക. അടുത്ത പേജിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കാണാൻ വേണ്ടി സാധിക്കും. അത് കൃത്യമായിട്ട് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. താഴെ നൽകിയിട്ടുള്ള കണ്ടിന്യൂ ആപ്ലിക്കേഷൻ ഫോം എന്ന ഐക്കണിൽ പ്രസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. അടുത്ത പേജിൽ നിങ്ങൾ നൽകിയിട്ടുള്ള ഡീറ്റെയിൽസുകൾ തന്നെ കാണാം. കൂടാതെ കാറ്റഗറി ഏതാണ് എന്ന് കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് നൽകണം. അതുപോലെ പിതാവിൻ്റെയും മാതാവിൻ്റെയും ക്വാളിഫിക്കേഷൻ, ജോബ് എന്നിവ നൽകേണ്ടതാണ്. ആനുവൽ ഫാമിലി ഇൻകം അപ്രോക്സിമേറ്റ് എത്രയാണോ അത് നൽകേണ്ടതാണ്. ആർ യു ടീൻ ഇരട്ടയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. സ്റ്റേറ്റ് കേരള എന്ന് നൽകാം. ഡയബറ്റിക് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ വീട് ഇരിക്കുന്നത് റൂറൽ ഗ്രാമത്തിലാണോ അല്ലെങ്കിൽ അർബൻ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. മോഡ് ഓഫ് പ്രിപ്പറേഷൻ എന്നതിൽ എക്സാമിന് പഠിക്കുന്നത് എങ്ങനെയാണ് എന്നതാണ് ഉദ്ദേശിച്ചത്. പിന്നെ മീഡിയം ഓഫ് ക്വാളിഫയിങ് എക്സാം എന്നതുകൊണ്ട് +2 ഏത് മീഡിയത്തിലാണ് പഠിച്ചത് എന്നാണ് ചോദിക്കുന്നത്. കേരളത്തിലാണെങ്കിൽ ഇംഗ്ലീഷ് എന്നാണ് നൽകേണ്ടത്. ഏറ്റവും താഴെയായി അതർ കോട്ട ആൻഡ് കാറ്റഗറി എന്നതിൽ നിങ്ങൾക്ക് സീറ്റ് റിസർവേഷൻ ലഭിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ് BPL, എക്സ് സർവീസ്, NCC, സ്പോർട്സ് കോട്ട. കൂടാതെ നിങ്ങളുടെ മാതാപിതാക്കൾ ആരെങ്കിലും ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റികളിൽ ജോലി ചെയ്യുന്നവരാണോ എന്നും ചോദിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നൽകി സേവ് എന്ന ഐക്കൺ പ്രസ് ചെയ്യുക. പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾ നൽകിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസുകളും കാണാവുന്നതാണ്. ശരിയാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. തെറ്റുകളുണ്ട് എങ്കിൽ ഈ ഒരു ഐക്കൺ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തിരുത്താവുന്നതാണ്. ശരിയാണ് എങ്കിൽ പ്രൊസീഡ് ടു നെക്സ്റ്റ് സെക്ഷൻ എന്നതിൽ പ്രസ് ചെയ്യുക. അടുത്ത പേജിൽ മുകളിലായി 10th സ്റ്റാൻഡേർഡ് ഡീറ്റെയിൽസുകൾ നൽകേണ്ടതാണ്. ഇവിടെ ബോർഡ് നെയിം എന്നതിൽ കേരള SSLC വിദ്യാർത്ഥികളാണെങ്കിൽ കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന് സെലക്ട് ചെയ്യാം. റോൾ നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ 10th സ്റ്റാൻഡേർഡിലെ ഹാൾ ടിക്കറ്റ് നമ്പർ അഥവാ രജിസ്റ്റർ നമ്പറാണ്. റിസൾട്ട് മോഡ് എന്നതിൽ SSLC പഠിച്ചവർക്ക് ഗ്രേഡ് എന്ന് സെലക്ട് ചെയ്യാം. മാക്സിമം ഗ്രേഡ് പോയിന്റ് 9 ആണ് നൽകാറുള്ളത്. എല്ലാ വിഷയത്തിലും A+ ആണെങ്കിൽ CGPA 9 തന്നെയാണ് വരിക. അപ്പോൾ CGPA പെർസെൻറ്റേജ് 90, 90 എന്ന് നൽകാവുന്നതാണ്. ഈ സ്കോറിന് അഡ്മിഷൻ ലഭിക്കുന്നതുമായി ബന്ധമില്ല, ബാധിക്കുന്നതുമല്ല. അതുകൊണ്ട് ചെറിയ തെറ്റ് വന്നുപോയി എന്നതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ടതില്ല. ഇനി താഴെ +2 ഡീറ്റെയിൽസ് ആണ്. കൃത്യമായിട്ട് കാര്യങ്ങൾ നൽകേണ്ടതാണ്. റോൾ നമ്പർ അഥവാ രജിസ്റ്റർ നമ്പർ കൃത്യമായിട്ട് തന്നെ നൽകേണ്ടതാണ്. ഏറ്റവും താഴെ കാണുന്ന സേവ് എന്ന ഐക്കൺ പ്രസ് ചെയ്തുകൊണ്ട് അടുത്ത പേജിലേക്ക് പോകാവുന്നതാണ്. അടുത്ത പേജിൽ നിങ്ങൾ നൽകിയിട്ടുള്ള ഡീറ്റെയിൽസുകൾ ഒന്നുകൂടെ കാണാൻ വേണ്ടി സാധിക്കും. ശരിയാണോ എന്ന് ഉറപ്പുവരുത്തി നെക്സ്റ്റ് പേജിലേക്ക് പ്രൊസീഡ് ചെയ്യാം. ഈ ഒരു പേജിലാണ് നിങ്ങൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റിയും അവിടെയുള്ള ഡിഗ്രി പ്രോഗ്രാമും സെലക്ട് ചെയ്ത് നൽകേണ്ടത്. എല്ലാ യൂണിവേഴ്സിറ്റികളിലുമുള്ള നിങ്ങൾക്ക് താല്പര്യമുള്ള ഡിഗ്രി പ്രോഗ്രാമുകൾ സെലക്ട് ചെയ്ത് നൽകുക എന്നുള്ളത് ശ്രമകരമായിട്ടുള്ള ജോലിയാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിന് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫൈനൽ സബ്മിഷൻ നടത്തിയാലും യൂണിവേഴ്സിറ്റിയും കോഴ്സുകളും ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇവിടെയുള്ള പ്രധാനപ്പെട്ട ഒരു കോംപ്ലിക്കേഷൻ എല്ലാവർക്കും എല്ലാതരം കോഴ്സുകളും സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷേ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ +2 നിങ്ങൾ ഏത് സബ്ജക്റ്റാണ് പഠിച്ചത് അതിനനുസരിച്ച് മാത്രമേ ഡിഗ്രി അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ യൂണിവേഴ്സിറ്റിയുടെ താഴെയായി റീഡ് മോർ അബൌട്ട് യൂണിവേഴ്സിറ്റി എന്ന് കാണാം. അതിൽ പ്രസ് ചെയ്താൽ ആ യൂണിവേഴ്സിറ്റിയിൽ ഓരോ ഡിഗ്രി കോഴ്സുകൾക്കും +2 തലത്തിൽ നിങ്ങൾ എന്താണ് പഠിക്കേണ്ടത് എന്നത് കാണിച്ചിട്ടുണ്ടാകും. ഓരോ യൂണിവേഴ്സിറ്റിയിലും ഓരോ ഡിഗ്രി കോഴ്സിനും എന്തൊക്കെയാണ് +2 തലത്തിൽ പഠിക്കേണ്ടത് എന്നത് കണ്ടെത്തുക എന്നുള്ളതും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ആപ്ലിക്കേഷൻ സബ്മിഷൻ നടത്തി കഴിഞ്ഞാലും ഈ കാര്യങ്ങളിൽ തിരുത്തുകൾ വരുത്താൻ വിദ്യാർത്ഥികൾക്ക് അവസരം നൽകിയത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്രയും ഡിഗ്രി പ്രോഗ്രാമുകൾ ഇവിടെ സെലക്ട് ചെയ്ത് നൽകുക. ഏതെങ്കിലും നൽകി കഴിഞ്ഞ ഒരു പ്രോഗ്രാം റിമൂവ് ചെയ്യാനും ഒഴിവാക്കാനുമുള്ള സൗകര്യവും ഇവിടെയുണ്ട്. ആവശ്യത്തിനുള്ള പ്രോഗ്രാമുകൾ നൽകി കഴിഞ്ഞാൽ ഏറ്റവും താഴെ കാണുന്ന യൂണിവേഴ്സിറ്റി പ്രോഗ്രാം സെലക്ഷൻ പ്രിവ്യൂ എന്ന ഐക്കണിൽ പ്രസ് ചെയ്യുക. അടുത്ത പേജിൽ നിങ്ങളുടെ സെലക്ഷൻ ലിസ്റ്റ് കാണാവുന്നതാണ്. നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യാത്ത യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും ഓപ്ഷൻ നൽകാനായി അഡ്മിഷന് വേണ്ടി ഓപ്ഷൻ നൽകാനായി നിങ്ങൾക്ക് സാധിക്കുന്നതല്ല എന്നുള്ള കാര്യമൊന്നും ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ വ്യക്തമായിട്ട് പറയുന്നില്ല. റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഓരോ കോളേജുകളിലും ഓപ്ഷൻ നൽകിയാൽ മാത്രമേ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ എന്ന കാര്യമാണ് സൂചനയായിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. ഈ ഒരു പേജ് വളരെ പ്രധാനപ്പെട്ടതാണ്. തെറ്റുകളൊന്നും കൂടാതെ കൃത്യമായിട്ട് തന്നെ എൻ്റർ ചെയ്യേണ്ടതാണ്. അതായത് നിങ്ങൾ എൻട്രൻസ് എക്സാം എഴുതാൻ പോകുന്ന സബ്ജക്റ്റുകളാണ് ഇവിടെ സെലക്ട് ചെയ്ത് നൽകേണ്ടത്. ഫസ്റ്റ് സ്ലോട്ടിലും അതേപോലെ സെക്കൻഡ് സ്ലോട്ടിലുമായി പരമാവധി 9 സബ്ജക്റ്റുകൾ വരെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ്. നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് സെലക്ട് ചെയ്ത് നൽകുന്നത് അതിൻ്റെ എൻട്രൻസ് എക്സാം ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ഫസ്റ്റ് സ്ലോട്ടിൽ നൽകിയിട്ടുള്ള ജനറൽ ടെസ്റ്റ് ഒഴികെ ബാക്കി വരുന്ന 8 എണ്ണത്തിൽ വ്യത്യസ്തമായ 8 സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം +2 തലത്തിൽ നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് പഠിച്ചത് അതുമായി ബന്ധപ്പെട്ട ഹയർ സ്റ്റഡികൾ ലഭ്യമാകുന്ന സബ്ജക്റ്റുകൾ വിഷയങ്ങൾ
മാത്രമേ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ വിഷയങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട് എന്നുള്ളത് ഇവിടെ തെറ്റുകൾ വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. നിങ്ങൾ ഇതുവരെ നൽകിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസുകളും ആപ്ലിക്കേഷൻ ഫൈനൽ സബ്മിഷൻ നടത്തുന്നതിന് മുമ്പായി പ്രിവ്യൂ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ആ സമയത്ത് ഈ കാര്യങ്ങളിലെല്ലാം മാറ്റം വരുത്താനുള്ള സൗകര്യം അവിടെയുണ്ടാകും. നിങ്ങൾ ഹയർ സ്റ്റഡി ഉദ്ദേശിക്കുന്ന നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്ത ശേഷം ഡിക്ലറേഷൻ ടിക്ക് ചെയ്ത് സേവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാവുന്നതാണ്. അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടി എൻട്രൻസ് എക്സാം എഴുതേണ്ട എല്ലാ വിഷയങ്ങളും ഇതിൽ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം എല്ലാവരും ഉറപ്പുവരുത്തേണ്ടതാണ്. അടുത്ത പേജിൽ നിങ്ങൾ നൽകിയിട്ടുള്ള ഡീറ്റെയിൽസിൽ വേണ്ട മാറ്റങ്ങൾ വേണമെങ്കിൽ വരുത്താം, അല്ലെങ്കിൽ പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. ഇനി എക്സാമിനേഷൻ സെൻറ്റർ സെലക്ഷൻ ആണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും എക്സാം സെൻറ്ററുകൾ ഉണ്ടാകുന്നതാണ്. 4 സെൻറ്ററുകൾ ഓപ്ഷനായി നൽകേണ്ടതാണ്. ഒന്നാമത്തെ സെൻറ്ററിൽ തന്നെയായിരിക്കും മിക്കവാറും ലഭിക്കുക. അതുകൊണ്ട് ഏറ്റവും താല്പര്യമുള്ളതായിരിക്കണം ഒന്നാമതായി നൽകേണ്ടത്. നമുക്ക് മുന്നോട്ട് പോകാം. അടുത്ത പേജിൽ നിങ്ങൾ നൽകിയ സെൻറ്ററുകൾ ഒന്നുകൂടെ കാണാൻ വേണ്ടി സാധിക്കും. വേണമെങ്കിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. പിന്നീട് വരുന്ന പേജിൽ ഡോക്യുമെന്റ്സുകൾ അപ്ലോഡ് ചെയ്യാനുള്ളതാണ്. നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഓരോ ഫയലുകളും നിങ്ങൾ റെഡിയാക്കി വെക്കേണ്ടതാണ്. സെലക്ട് ഫയൽ എന്ന ഐക്കണിൽ പ്രസ് ചെയ്തുകൊണ്ട് ഫയൽ സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. എല്ലാ ഫയലുകളും കൃത്യമായി തെറ്റാതെ അപ്ലോഡ് ചെയ്ത ശേഷം അടുത്ത പേജിലേക്ക് പോകാം. അടുത്ത പേജിൽ നിങ്ങൾ ഇതുവരെ നൽകിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസുകളും കാണാവുന്നതാണ്. പ്രിവ്യൂ കാണാവുന്നതാണ്. ഓരോ വിഭാഗങ്ങളിലും എന്തെങ്കിലും ഡിഫക്റ്റുകൾ ഉണ്ട് എങ്കിൽ തിരുത്താനുള്ള സൗകര്യവും ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ കാണുന്ന ഐക്കണിൽ പ്രസ് ചെയ്തുകൊണ്ട് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. എല്ലാം ഓക്കെ ആണ് എങ്കിൽ താഴെ നൽകിയിട്ടുള്ള ചെക്ക് ബോക്സുകളിൽ ടിക്ക് ചെയ്ത ശേഷം ഏറ്റവും താഴെ നൽകിയിട്ടുള്ള പ്രൊസീഡ് ടു പേയ്മെന്റ് എന്ന ഐക്കണിൽ പ്രസ് ചെയ്യുക. ഇവിടെ നമുക്ക് ഇമെയിൽ ഐ ഡി കൂടി വെരിഫൈ ചെയ്യാനുണ്ട്. ഇമെയിൽ ഐ ഡി വെരിഫൈ ചെയ്തെങ്കിൽ മാത്രമേ പേയ്മെന്റ് നടത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നേരത്തെ നമ്മൾ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്തതാണ്. ഇമെയിൽ ഐ ഡി ഒരു തവണ കൂടി എൻ്റർ ചെയ്ത് നൽകിയ ശേഷം അതിലേക്ക് വരുന്ന OTP ഇവിടെ എൻ്റർ ചെയ്ത് നൽകി സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അടുത്ത പേജിൽ കണ്ടിന്യൂ ടു ആപ്ലിക്കേഷൻ ഫോം എന്ന ഐക്കണിൽ പ്രസ് ചെയ്യുക. പിന്നീട് വരുന്ന പേജിൽ പേയ്മെൻറ്റ് ടു പ്രൊസീഡ് എന്ന ഐക്കണിൽ പ്രസ് ചെയ്യുക. പിന്നീട് വരുന്ന പ്രിവ്യൂ പേജിൽ എല്ലാ ഡിക്ലറേഷനും ടിക്ക് ചെയ്ത ശേഷം ഏറ്റവും താഴെ കാണുന്ന പേയ്മെൻറ്റ് ടു പ്രൊസീഡ് എന്ന ഐക്കണിൽ തന്നെ പ്രസ് ചെയ്യുക. അടുത്തതായി വരുന്ന രജിസ്ട്രേഷൻ പേയ്മെൻറ്റ് എന്ന വിൻഡോയിൽ നിങ്ങൾ അടയ്ക്കേണ്ട നിങ്ങൾ പേയ്മെൻറ്റ് നടത്തേണ്ട തുക എത്രയാണ് എന്ന് നൽകിയിട്ടുണ്ടാകും. ഇവിടെ പലതരത്തിലുള്ള ഓൺലൈൻ ഫെസിലിറ്റി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പേയ്മെൻറ്റ് നടത്താനുള്ള സൗകര്യമുണ്ട്. ഞാനിവിടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന ഐക്കണിൽ പ്രസ് ചെയ്തുകൊണ്ട് PNB പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡ് ഉപയോഗപ്പെടുത്തിയാണ് പേയ്മെൻറ്റ് നടത്തുന്നത്. പിന്നീട് വരുന്ന പേജിൽ എമൗണ്ട് ഡീറ്റെയിൽസും മറ്റും കാണാം. കൺഫേം എന്ന ഐക്കൺ പ്രസ് ചെയ്യേണ്ടതാണ്. അടുത്ത പേജിൽ നിങ്ങളുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസുകളെല്ലാം നൽകേണ്ടതാണ്. പേയ്മെൻറ്റ് വിജയകരമായാൽ ഇങ്ങനെ ഒരു പേജിലേക്കാണ് നമ്മൾ എത്തിച്ചേരുക. ഇവിടെ ക്ലിക്ക് ഹിയർ എന്ന് കാണുന്ന ഐക്കണിൽ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ പൂർണ്ണമായിട്ടുണ്ട്. ഡൗൺലോഡ് ബാർ പ്രിൻറ്റ് കൺഫർമേഷൻ പേജ് എന്നൊരു ഐക്കൺ കാണാം. കൺഫർമേഷൻ പേജ് PDF ഒന്നുകിൽ പ്രിൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സേവ് ചെയ്ത് വെക്കുകയെങ്കിലും വേണം. ഏറ്റവും താഴെ കാണുന്ന ബാക്ക് ടു ഡാഷ്ബോർഡ് എന്ന ഐക്കണിൽ പ്രസ് ചെയ്താൽ നിങ്ങൾ ഡാഷ്ബോർഡിലേക്ക് എത്തിച്ചേരും. നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. കൂടാതെ ഇടതുവശത്ത് കുറേ കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഇവിടെ കാണുന്ന ആഡ് യൂണിവേഴ്സിറ്റി ബാർ പ്രോഗ്രാം എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ യൂണിവേഴ്സിറ്റികളും ഡിഗ്രി കോഴ്സുകളും ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ വല്ല പിഴവുകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള കറക്ഷൻ പീരീഡ് പിന്നീട് അനുവദിക്കുമെന്ന് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. CUET അഡ്മിഷനുമായി ബന്ധപ്പെട്ട വിവിധ വീഡിയോകൾ ഇനിയും ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ വർഷം ആദ്യമായിട്ട് വരുന്ന ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് പലർക്കും പലതരത്തിലുള്ള സംശയങ്ങളുണ്ട്. പരമാവധി അപ്ഡേഷൻ ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.